നന്നായിട്ട് പച്ചവെള്ളത്തിൽ കലക്കുക. എന്തോരം വെള്ളം ചേർന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ലൂസാണ്. ചാണകം കപ്പിനകത്ത് കോരിയെടുക്കാവുന്ന രീതിയിൽ അത്രയും ലൂസാക്കുക. അതിൻ്റെ ചണ്ടിയും പുല്ലും എല്ലാം മാറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് ലൂസായിട്ട് ഈ കലക്കിയത് മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ബക്കറ്റളവ് കേട്ടോ. അതുപോലെ 6 ബക്കറ്റിൽ അതിന് ശേഷം കലക്കി ഇതിനകത്തേക്ക് ഇതുപോലെ കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. 6 ബക്കറ്റ്. ഈ കട്ട നന്നായിട്ട് ഉടച്ചിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ. അത് ഒഴിച്ച് മൊത്തം തീർന്നതിന് ശേഷം ഈ വാൽവില്ലേ, ഇവിടെ വാൽവുണ്ട്, ഈ ടാപ്പൊന്ന് തുറന്നു വെക്കാം. ഇത് തുറന്നു വെച്ചിട്ട് ബാക്കി നിറയാനുള്ള ഭാഗം വെള്ളം ഒഴിച്ച് നിറച്ച് ഇതിലെ പുറത്തോട്ട് ഓവർഫ്ലോ ചാടിക്കണം. ഇതിലെ ഓവർഫ്ലോ 1-2 ലിറ്റർ ഓവർഫ്ലോ ചാടി കഴിഞ്ഞ ശേഷം ഇത് വെച്ച് അടച്ച് വെച്ചേക്കാം. പിന്നെ ഒരു 10 ദിവസത്തേക്ക് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നു. ഈ 10 ദിവസം കഴിയുമ്പോൾ ഈ ഒഴിച്ച ചാണകം നല്ലതാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഈ എയർ ബാഗ് ഗ്യാസായിട്ട് വീർത്ത് വരും. അന്നേരം നമുക്ക് അടുക്കളയിൽ കത്തിച്ച് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 10-ാം ദിവസം പോലും നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് വരുന്ന ചോറ്, പച്ചക്കറി, മീൻ വെട്ടിയത്, ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് മാത്രം അത് പച്ചവെള്ളം കൂടെ ചേർത്ത് ഒരു ദിവസം ഈ കാണുന്ന ചെറിയ ബക്കറ്റിൽ അതിന് ഒരു ബക്കറ്റ് നമുക്ക് ഇടാൻ പറ്റും. പകുതി വെള്ളമായിരിക്കണം, ഇതായിരിക്കും ബക്കറ്റ് കേട്ടോ. ആ ബക്കറ്റിൽ പകുതി വേസ്റ്റ്, ഈ ബക്കറ്റ് ഓർത്താൽ മതി. പിന്നെ പകുതി വേസ്റ്റ് ഇടാവുന്നതിൻ്റെ അളവ് കേട്ടോ. ചാണകത്തിൻ്റെ അളവല്ല, വേസ്റ്റിൻ്റെ അളവ്. ചാണകത്തിന് വലിയ ബക്കറ്റ് 20 ലിറ്ററിന് തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് പകുതി വേസ്റ്റും പകുതി പച്ചവെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിച്ചതിന് വേസ്റ്റ് വെള്ളം എടുക്കണമല്ലോ. വേസ്റ്റ് വെള്ളം എടുക്കാനായിട്ട് ഇത് തുറന്ന് വെക്കുക. തുറന്ന് വെക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളം പുറത്തോട്ട് വരും. അതൊരു ബക്കറ്റിൽ കളക്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിക്കാൻ നല്ല ജൈവവളമാണ് ഇതിനകത്ത്. അത് കിട്ടുന്നതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിക്കാവുള്ളൂ. വന്ന് തീർന്നു കഴിയുമ്പോൾ അടച്ചും വയ്ക്കും. അത്രയും പരിപാടി തന്നെ ചെയ്താൽ മതി. ഇത് തുറന്ന് വെക്കുക, അതിലെ വേസ്റ്റ് ഒഴിക്കുക കേട്ടോ. ഇത് മൊത്തം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ താഴെ നിന്ന് ഇത്തിരി മണ്ണെടുത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഈ ടാങ്കിരിക്കുന്നതിൻ്റെ അവിടെ